ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാഷീസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ഉരുളക്കിഴങ്ങിട്ട് തേങ്ങാമുളക് അരച്ച കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് 4 വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് അധികം ആവശ്യമില്ലെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുത്താലും മതി. നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ള കാരണം ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും പിന്നെ 4-5 പച്ചമുളകും 2 തക്കാളി ചെറുതായി അരിഞ്ഞതും പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ചെമ്മീനാണ്. ചെമ്മീൻ നന്നായി വൃത്തിയായി കഴുകിയെടുത്തത് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി 10-12 ചെറിയ ഉള്ളി വിളിച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം, വേവാനായിട്ടുള്ള ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവാനായിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെമ്മീനൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് മൂടി തുറക്കുന്നുണ്ട് ഞാൻ. മൂടി തുറന്ന് നോക്കി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് മുമ്പ് ഇതിനകത്തേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 3-4 കുടംപുളി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല കഴുകി വൃത്തിയാക്കിയ കുടംപുളി ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇത് മൂടി വെച്ചേക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയാണ്, മീഡിയം സൈസിലുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയൊരു പട്ട കഷ്ണവും 1/4 സ്പൂൺ പെരിഞ്ജീരകവും പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. കറിക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ മീൻ കറി പോലെ നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കി കഴിക്കാം. നല്ല മീൻ കറിയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിനകത്ത്. ചെമ്മീൻ ഇട്ടില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാത്രം മതിയാകും. ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി എന്തൊരു ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഗ്രേവി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തിളക്കണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ആ എണ്ണയെല്ലാം മുകളിലൊന്ന് തിളഞ്ഞ് നല്ലൊരു ഇതായിട്ട് വരാൻ വേണ്ടി 5 മിനിറ്റ് മൂടി വെക്കുക. ഇപ്പോൾ മൂടി തുറന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് താളിച്ചൊഴിക്കലാണ്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉലുവ കടുക് ഞാൻ ചേർക്കുന്നില്ല, ഉലുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് 5-8 എടുത്ത് അരിഞ്ഞതാണ്. ചെറിയ ഉള്ളി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഉണക്കമുളക് 2-3 ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം വാട്ടി കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടുന്നതനുസരിച്ച് വേപ്പില നല്ലോണം വാടിപ്പോകും. അതുകൊണ്ട് ലാസ്റ്റ് വേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടി, മുളക് പൊടി 1/4 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് കറി ഒന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കുകയും ചെയ്യണം.
ഇതാ ഇപ്പോൾ 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ തുറന്ന് നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ താളിച്ച ഫ്ലേവർ എല്ലാം നമ്മുടെ കറിയിലേക്ക് നല്ല സ്പ്രെഡായിട്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂടി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ. ഈ ഉരുളക്കിഴങ്ങ് കറി ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ചൂട് ചോറും ചൂട് കറിയും കൂടി നമുക്ക് കഴിക്കാം.